79കാരനായ വിജയരാഘവനും 75 വയസ്സുള്ള സുലോചനയും ജീവിതയാത്രയിൽ ഒരുമിച്ചു. ഇരുവരും താമസിക്കുന്ന സർക്കാർ വയോജന മന്ദിരം ജീവിതസായാഹ്നത്തിൽ അവർക്ക് സ്നേഹമന്ദിരമായി മാറി. സ്നേഹത്തിനു മുമ്പിൽ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയായിരുന്നു ഇരുവരും. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഇരുവരും രാമവർമ്മപുരം വയോജന മന്ദിരത്തിൽ വിവാഹിതരായത്. തൃശൂർ പേരാമംഗലം സ്വദേശി വിജയരാഘവൻ 2019 മന്ദിരത്തിലെത്തിയത്. സ്വന്തമായി ചെടികളുടെ നഴ്സറി നടത്തിയിരുന്ന വിജയരാഘവൻ ഉപഭോക്തൃ മാസികയിൽ ലേഖകനായിരുന്നു. ടൈപ്പിസ്റ്റായിരുന്ന ഭാര്യ വിലാസിനി മസ്തിഷ്കാഘാതം സംഭവിച്ചാണ് മരിച്ചത്. ഇവർക്ക് മക്കളില്ല. ഇരിഞ്ഞാലക്കുട സ്വദേശി സുലോചന 2024 വയോജന മന്ദിരത്തിലെത്തിയത്. ഭർത്താവ് വേലായുധൻ 26 വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായി മരിച്ചു. സുലോചനയ്ക്കും മക്കളില്ലായിരുന്നു. ഇരുവർക്കും കരിങ്കൽ പണിയായിരുന്നു. ചികിത്സയുടെ ഭാഗമായി വീട് വിറ്റു. തുടർന്നാണ് വയോജന മന്ദിരത്തിലെത്തിയത്. കുറച്ചു ദിവസം മുമ്പാണ് വിവാഹിതരായി ഒരുമിച്ച് മന്ദിരത്തിൽ കഴിയുവാൻ ഇരുവരും തീരുമാനിച്ചത്. പരസ്പരം തുണയാകാൻ തീരുമാനിച്ചപ്പോൾ വാർഡനെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ സാമൂഹിക നീതി വകുപ്പാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്. മന്ത്രി ആർ ബിന്ദു, മേയർ എം കെ വർഗീസ് എന്നിവർ വിവാഹത്തിന് സാക്ഷികളായി. ഈ വിവാഹ സുദിനത്തിൽ നമുക്ക് ഏവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് സ്നേഹാശംസകൾ നേരാം. ജീവിത സായന്തനത്തിൽ സന്തോഷവും സങ്കടങ്ങളും പങ്കുവച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഈ സ്നേഹഭവനത്തിൽ അവർക്ക് ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും അവരോടൊപ്പമുണ്ട്. അതുപോലെ സ്നേഹവും സാഹോദര്യവും നിറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഈ ഭവനത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിജയരാഘവൻ ചേട്ടനും സുലോചന ചേച്ചിക്കും നിറഞ്ഞ ഹൃദയത്തോടെ വിവാഹ മംഗളാശംസകൾ നേരുന്നു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, വൃദ്ധസദനം സൂപ്രണ്ട് K രാധിക, കൗൺസിലർമാർ, മറ്റ് അന്തേവാസികൾ തുടങ്ങിയവർ ഇരുവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നു.